ഗായ്സ്, അപ്പോൾ അട്ടപ്പാടിൻ്റെ രണ്ടാമത്തെ വീഡിയോ, നമ്മൾ ലാസ്റ്റ് വീഡിയോ ഈ ഒരു പിക്ചേഴ്സിൻ്റെ അവിടെ നിന്നാണ് നിർത്തിയത്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് നിർത്തിയത്. പിന്നെ അങ്ങനെ ഗായ്സ് കണ്ടിന്യൂ യാത്ര തന്നെ. യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ലക്ഷ്യം കരടിപ്പാറ എന്ന് പറഞ്ഞൊരു സ്പോട്ടിലേക്കാണ്. നമ്മുടെ അഖിൽ മച്ചാനാണ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെയാണ്. നേരെ മുന്നോട്ട് ഞാൻ വിചാരിച്ചു നല്ല തിരക്കൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഭാഗ്യത്തിന് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആരും ഇല്ല ഗൈസ്, അധികം തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കരടിപ്പാറയ്ക്കുള്ള ലക്ഷ്യം ഇട്ടിട്ടാണ്. നമ്മുടെ റോഡൊക്കെ കണ്ട് ആകെ മാറാൻ തുടങ്ങി. നല്ല ഭംഗിയേറിയ കാഴ്ചയായി. പിന്നെ ചെറിയൊരു ഓഫ് റോഡ്, ചെറുതൊന്നുമല്ല, ചെറിയൊരു ഓഫ് റോഡായിരുന്നു. പിന്നെ പോകുന്തോറും റോഡ് ഇല്ലാണ്ടായി. പിന്നെ ഓഫ് റോഡ് പോകാമെന്നുള്ള പ്ലാനാണ്. ഓഫ് റോഡ് പോകാമെന്നില്ല, നമ്മുടെ കരടിപ്പാറയ്ക്ക് പോണ റൂട്ട് മൊത്തം ചെറിയ ഓഫ് റോഡാണ്. കല്ല് പതിച്ച റോഡുകളാണ്. പക്ഷേ മഴയില്ലാത്ത കാരണം ചെറിയൊരു സങ്കടമുണ്ട് ഗൈസ്. എന്താ വെച്ചാൽ മഴയുണ്ടെങ്കിൽ നല്ല കോടയുണ്ടാവും. അതൊരു പ്രകൃതി രമണീയമായ കാഴ്ചയാണത്. പിന്നെ അങ്ങനെ താണ്ട റോഡില്ലാത്ത സ്ഥലത്ത് പോയി വണ്ടി പെട്ടു. പിന്നെ അവിടെ നിന്ന് അങ്ങനെയൊക്കെ എടുത്ത് മൊത്തം ചേറാണ് ഗൈസ്. അപ്പോൾ ചേറ്റിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് താണ്ട അഖിൽ മച്ചാൻ മൊത്തം ചേറ് നനയ്ക്കാണ്ട് സൈഡ് കൂടെ പോകുന്നുണ്ട്. അവനെ ഞങ്ങൾ പിന്നെ പിടിച്ചോളാം. അപ്പോൾ മൊത്തം ചേറായി, വണ്ടി മൊത്തം ആകെ നാശമായി. അങ്ങനെ റോഡ് മൊത്തം അങ്ങനെയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ എന്തായാലും നമ്മൾ ഇറങ്ങിയല്ലോ, ഓഫ് റോഡാണല്ലോ, കൊണ്ട് അങ്ങനെ കത്തിച്ച് കയറിപ്പോയി. പിന്നെ അങ്ങനെ അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് എല്ലാവൻ്റെ വണ്ടിയും നാശമായിട്ടാ. മൊത്തതാണ്ടാ മച്ചാൻ വൈഷ്ണുവിൻ്റെ വണ്ടിയൊക്കെ കണ്ട കളറൊക്കെ ആകെ സീനായി. ഞാൻ ഇതിൻ്റെ ഒരു തനിയായിട്ട് ഒരു റീൽ ഇറക്കാം എന്തായാലും. റീൽ എടുത്തിട്ടുണ്ട് ഈ ഒരു ഓഫ് റോഡും ഇതിൻ്റെ എല്ലാം കൂടി. പിന്നെ ഇത് ഷോർട്ടായിട്ട് എല്ലായിടത്തെയും ഭാഗങ്ങൾ സംസാരിച്ച് തീർക്കുകയാണല്ലോ. അപ്പോൾ ഇതാണ്ട് അങ്ങനെ കറക്റ്റ് നമ്മുടെ കരടിപ്പാറ എന്ന് പറഞ്ഞ ലൊക്കേഷൻ എത്തി. വണ്ടി താഴെ നിർത്തുള്ളൂ. പിന്നെ നടന്ന് കയറണം. അങ്ങോട്ട് എന്താ പറയുക, മലേൻ്റെ മേലേക്ക് നടന്ന് കയറണം. അതിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടി കയറില്ല. അപ്പോൾ അങ്ങനെ നടന്ന് കയറാമെന്നുള്ള പ്ലാനിൽ വണ്ടിയൊക്കെ നിർത്തി. വണ്ടിയിൽ മൊത്തം ചേറായി ഗൈസ്. കണ്ട മൊത്തം ആകെ സീനായി. ഒരു എന്താ പറയുക, ചുമന്ത് കളർ മണ്ണാണ് ഗൈസ്. അത് കഴുകിയാലും പോവില്ല, ആകെ സീനാണ്. പിന്നെ അങ്ങനെ കയറി ഗൈസ്. കയറി പറഞ്ഞാൽ ഒരു കുത്തനുള്ള കയറ്റമെന്ന് പറഞ്ഞാൽ കുത്തനുള്ള കയറ്റം. ഞങ്ങൾ വിചാരിച്ചു അതിന് മേലെ പോയി ഒന്നും കാണാനൊന്നും ഉണ്ടാവില്ല, വെറും ഒരു മൊട്ടക്കുന്നായിരിക്കും വിചാരിച്ചു. പക്ഷെ ഗായ്സ് അവിടെ പോയപ്പോൾ ഒരു പ്രത്യേകതരം വൈബ് ഗായ്സ്. നല്ല കാറ്റ് പറഞ്ഞാൽ നല്ല കാറ്റും. അത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതാണ് വേറൊരു രസം. ഞങ്ങൾ മച്ചാന്മാരും മാത്രം. അതൊരു വൈബാണ്. എല്ലാവരും ഹാപ്പി എൻജോയ് ചെയ്ത് എന്താ പറയുക, അവർ കാറ്റും ഒരു പുല്ലും ഒരു പ്രത്യേകതരം വൈബ് ഗായ്സ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും എടുക്കലല്ലേ ഞങ്ങൾക്ക് വേഗം പതിവ്. പിന്നെ കുറേ ഷോട്ടുകൾ എടുത്തു. നല്ല വൈബാണ് ഗായ്സ്. അപ്പോൾ ഞാൻ പുല്ലിൽ കൂടെ ഒക്കെ ഓടി കളിച്ചു. ഒരു എന്താ പറയുക, പ്രത്യേക സുഖമാണ് ഗായ്സ്. എന്താ വെച്ചാൽ നേരെ സൂക്ഷിച്ച് ഓടണം, അതാണ് വേറെ രസം. പിന്നെ അവിടെ നിന്ന് കുറേ നേരം ഇരുന്നു ഗായ്സ്. അപ്പോൾ ഈ കരടിപ്പാറയിലൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ എന്താ പറയുക, കുറേ കഥയും പറഞ്ഞ് നല്ല വൈബ് പറഞ്ഞ ഒരു പ്രത്യേകതരം വൈബാണ് ഗായ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടം കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ച് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറേ നേരം, ഒരു 2-3 മണിക്കൂറൊക്കെ അവിടെ തന്നെ ഇരുന്നു. നല്ല വൈബായിരുന്നു, നല്ല കാറ്റായിരുന്നു ഗായ്സ്. മഴ പ്രതീക്ഷിച്ചു, പക്ഷെ മഴ കിട്ടിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത